വിവരങ്ങളിലേക്കാണ് പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ കത്തിനാണ് മന്ത്രിയുടെ മറുപടി. ആന്റണി ജിസ് ജോർജ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ആന്റണി, ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് എന്തൊക്കെ? തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ 12 നോട്ടിഫൈ ചെയ്ത പ്രകൃതി ദുരന്തങ്ങളുണ്ട്. അക്കാര്യങ്ങൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതിൽ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ അടക്കമുള്ളവ വരുന്നതാണ്. ഈ ദുരന്തങ്ങളിൽ പ്രധാനമായും അതിൻ്റെ റിലീഫ് അല്ലെങ്കിൽ അതിൻ്റെ ധനസഹായം അടക്കമുള്ളതിൻ്റെ ഈ മറ്റ് സംവിധാനങ്ങൾ, റിലീഫ് ഫണ്ട് നൽകേണ്ടത് അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്നാണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നാണ് എന്നുള്ളതാണ് കത്തിൽ പ്രധാനമായും ഈ മന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഈ ഒരു റിലീഫ് ആയി മാത്രമേ നൽകാൻ കഴിയൂ, മറിച്ച് നഷ്ടപരിഹാരം, ഈ ദുരന്തങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും നിലവിലത്തെ നിയമങ്ങൾ പ്രകാരം കഴിയില്ല. ഏതായാലും നിലവിലത്തെ SDRFിൻ്റെയും അതുപോലെ തന്നെ NDRFിൻ്റെയും നിയമങ്ങൾ പ്രകാരം ഒരു പ്രൊവിഷനും ഇക്കാര്യത്തിൽ ഇല്ല. ഈ പ്രകൃതി ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ഒരു പ്രൊവിഷനും നിലവിലെ SDRF NDRFിന്റെ നിയമങ്ങൾ പ്രകാരം ഇല്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും മന്ത്രി ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി ശ്രീ KV തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KV തോമസ്, താങ്കളുടെ കത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും മറുപടി ലഭിച്ചിരിക്കുന്നത്. ഇത് ദുരിതാശ്വാസം ലഭിക്കുന്നതിനുള്ള കേരളത്തിന്റെ ആവശ്യത്തെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമോ? നമ്മൾ ഈ ദുരന്തം നടക്കുന്നത് ജൂലൈയിലാണ്. ഓഗസ്റ്റ് 2-ാം തീയതി മുഖ്യമന്ത്രി തന്നെ കൊടുത്തു ഇത് ദേശീയ ദുരന്തമാക്കണമെന്ന്. ദേശീയ ദുരന്തമാക്കാൻ പറയുന്നത് 100% കേന്ദ്ര സഹായം കിട്ടും. അതല്ല, സംസ്ഥാന ദുരന്തമാവുകയാണെങ്കിൽ, പ്രകൃതി ദുരന്തമാവുകയാണെങ്കിൽ 80-20 ആണ്. 80% കേന്ദ്രവും 20% സംസ്ഥാനവും. അതാണ് ഈ 388 കോടി എന്ന് പറയുന്നത്. അത് 291 കേന്ദ്രവും 96 സംസ്ഥാനവും. അത് പോരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദേശീയ ദുരന്തം എന്നതിൽ കത്ത് പ്രധാനമന്ത്രിക്ക് കൊടുത്തത്. കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് മിനിസ്റ്റർ ഞാൻ പറയുന്ന കത്ത് നാഷണൽ ഡിസാസ്റ്റർ ആക്കാൻ പറ്റത്തില്ല, അവർ SDRFിൽ പെടുത്തി തരാം. SDRF കേരളത്തിലെ മറ്റു ദുരന്തങ്ങൾക്കും ഉപയോഗിക്കേണ്ട തുകയാണ്, വയനാട്ടിന് മാത്രമല്ല. മാത്രമല്ല, സെൻട്രൽ ടീം 8-ാം തീയതി മുതൽ 10-ാം തീയതി ഓഗസ്റ്റില് വരികയും പരിശോധിക്കുകയും ചെയ്തു. അവരുടെ റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് 3 മാസങ്ങളായി തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ശ്രീ KV തോമസ്, നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ കേരളത്തിന് വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിന് ഈ മാനദണ്ഡങ്ങൾ തടസ്സമാകില്ലല്ലോ. ഒന്നിനും ഭയങ്കര ആദരയ്ക്ക് കൊടുത്തു, മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. ഇതേ ഡിസാസ്റ്ററിൽ അവിടെയൊക്കെ ഉണ്ടായത് അവർക്ക് എങ്ങനെ കൊടുത്തു? നമുക്ക് ശേഷമുണ്ടായ ഡിസാസ്റ്ററാണ്. നമ്മുടെ മാസങ്ങൾ ഇത്രയായി. കേന്ദ്ര ടീമിൽ നിന്ന് പോയല്ലോ. ആ കേന്ദ്ര ടീമിന്റെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട് കത്തിൽ. ആ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്കിനി ഡൽഹിയിൽ തുടർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും? അവകാശമല്ലേ. നമ്മൾ ഇതിനെ തുടർന്ന് ഏതൊക്കെ മാർഗങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ സ്വീകരിക്കും. നമ്മളിതൊക്കെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി കത്ത് കൊടുക്കുന്നു, നാഷണൽ ശാസ്ത്രമാക്കണമെന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ മെമ്മോറാൻഡം കൊടുക്കുന്നു, മറ്റു ഡീറ്റെയിൽസ് കൊടുക്കുന്നു. കേന്ദ്ര ടീം വന്നപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി കൂടെ പോയി കാര്യങ്ങൾ സഹകരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റാണ് ഇത് പരിശോധിച്ച് ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നത്. ഇപ്പോൾ ഒരു 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടല്ലോ. ബാക്കി തുക എപ്പോഴത്തേക്ക് അനുവദിക്കാനാകുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? 388 കോടി കേരളത്തിന് വയനാട് ദുരന്തമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതാണ് 80-20 എന്ന് പറയുന്നത്. അത് കേരളത്തിന് അർഹതപ്പെടുന്ന ഒരു ഡിസാസ്റ്റർ വന്നാൽ ഉടനെ എടുത്ത് ചെലവഴിക്കാൻ വേണ്ടി. അതിൽ നിന്നെല്ലാം എടുത്ത് ചെലവഴിച്ച് 5 ദുരന്തമുണ്ടെങ്കിൽ ആര് കൊടുക്കും? ആര് കണ്ടുപിടിക്കും? വയനാടിന് മാത്രമായ സഹായം വേണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ ആ രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും കേന്ദ്രം ഈ രീതിയിൽ നിഷേധാത്മകമായ നിലപാട് തുടരുമ്പോൾ സംസ്ഥാനത്തിന് ഇനി എന്തൊക്കെ ഭാവിയിൽ ചെയ്യാൻ കഴിയും? ഗവൺമെന്റ് ആലോചിച്ച് ചെയ്യും. അതിപ്പോ മുഖ്യമന്ത്രിയും സർക്കാരും എല്ലാം തീരുമാനിക്കും എന്താ ചെയ്യട്ടെ. നന്ദി ശ്രീ KV തോമസ്.
ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ആണ് പ്രതികരിച്ചത്. കേരളം എല്ലാ രീതിയിലുമുള്ള നിവേദനം വളരെ സമഗ്രമായി തന്നെ തയ്യാറാക്കി നൽകിയിട്ടും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദുരിതാശ്വാസം അനുവദിച്ചതുപോലെ കേരളത്തെ ആ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ആന്റണി തുടരുന്നുണ്ട്. ആന്റണി, ഇതിന് മുൻപ് കേരളം തന്നെ ഉന്നയിച്ച നിവേദനത്തിൽ വളരെ വിശദമായി തന്നെ വയനാട്ടിൽ സംഭവിച്ച നാശനഷ്ടങ്ങളെല്ലാം തന്നെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ച് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു പോയതാണ്. എന്നിട്ടും ഈ രീതിയിൽ കേരളത്തോട് അവഗണന തുടരുന്നു എന്നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് പറയുന്നത്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമായി തന്നെ അവിടെ നിൽക്കുമ്പോൾ പോലും വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിന് ഇതൊന്നും തടസ്സമായിട്ടുള്ള കാര്യമല്ല. കേരളത്തോട് ഇങ്ങനെയൊരു നയം കേന്ദ്രം തുടരുമ്പോൾ ബാക്കി സംസ്ഥാനത്തിന് ഇനി മുന്നിലുള്ള മാർഗം എന്തായിരിക്കും? തീർച്ചയായും അത് തന്നെയാണ് കേന്ദ്രം. പ്രധാനമന്ത്രി ഈ മുണ്ടക്കൈ ചൂരൽമല മേഖല, ഉരുൾപൊട്ടലുണ്ടായ മേഖല സന്ദർശിച്ചതാണ്. ആ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയും ഒക്കെ അവിടുത്തെ ദുരന്തമൊക്കെ പ്രധാനമന്ത്രി മനസ്സിലാക്കുകയും ചെയ്തതാണ്. അന്ന് കേരള സർക്കാർ വിചാരിച്ചിരുന്നത് ഈ പ്രധാനമായും ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകും, കേരളത്തിൻ്റെതായ ഒരു കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക പാക്കേജ്, ഒരു പ്രത്യേക സഹായം ഈ ദുരന്തത്തെ നേരിടാൻ ലഭിക്കുമെന്നൊക്കെ സംസ്ഥാന സർക്കാർ കരുതിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു വിശദമായ മെമ്മോറാണ്ടം തന്നെ തയ്യാറാക്കി സർക്കാർ നൽകുകയും ചെയ്തതാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഈ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ സഹായം നൽകുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ കേന്ദ്രം കൃത്യമായ ഒരു നിലപാട് എടുത്തിരുന്നില്ല. മറിച്ച് ആ നിലപാട് ഇങ്ങനെ നീട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ കേസ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ഹൈക്കോടതിയിൽ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാരോട് നിലപാട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഇത്തരത്തിൽ എത്ര രൂപ അനുവദിക്കാൻ കഴിയും, ഈ കേരളം ആവശ്യപ്പെട്ട പണം അനുവദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എത്ര രൂപ അനുവദിക്കാൻ കഴിയുമെന്നുള്ള കാര്യമൊക്കെ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ ദുരന്തം നടന്ന് ഇത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അത് നീണ്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ നിലപാട് വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ പ്രതീക്ഷ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായുള്ള സഹായം കിട്ടും. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അതിനുള്ള സഹായം ലഭിക്കും. പക്ഷേ നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞതോടുകൂടി അത്തരം ഒരു സഹായം ലഭിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഈ കത്തിലുള്ള ഒരു കാര്യം, നിലവിൽ 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 291 കോടി രൂപ സെൻട്രലിന്റെ ഷെയറാണ്, കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്. ഇതിൽ 96.80 കോടിയാണ് ഇത്തരത്തിൽ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിലുള്ള വിഹിതം എന്ന് പറയുന്നത്. അതിൽ നിലവിൽ ഈ വർഷം 2024-25 വർഷം 145.60 കോടി രൂപ കേന്ദ്ര വിഹിതം അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി ഈ കത്തിൽ പറയുന്നുണ്ട്. അടുത്ത വിഹിതം ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നും മന്ത്രി പറയുന്നു. മാത്രമല്ല നിലവിൽ കേരളത്തിന്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ, സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ 394.99 കോടി രൂപ ഉണ്ട് എന്നുള്ള കാര്യമാണ് AG കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. ഇത് സഫീഷ്യന്റ് ആണ്. ഈ ഫണ്ട് ഏറ്റവും ഉതകുന്ന ആവശ്യത്തിനുള്ള ഫണ്ട്, ഈ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഈ SDRF-ൽ തന്നെയുണ്ട് എന്നുള്ള കാര്യവുമാണ് മന്ത്രി പ്രധാനമായും ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് കത്തിൽ ഉള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ വയനാട്ടിലെത്തി ഈ ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. മാത്രമല്ല കരസേനയുടെ സഹായം അവിടെ ലഭ്യമാക്കി, വ്യോമസേനയുടെ സഹായം ലഭ്യമാക്കി. അങ്ങനെ അത്തരത്തിലുള്ള സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കേന്ദ്രം സഹായം നൽകും. ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം തുടരുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ പോലും ഈ കേരളം ആവശ്യപ്പെടുന്ന പ്രത്യേക പാക്കേജ് അല്ലെങ്കിൽ കൂടുതൽ സഹായം എന്നുള്ള ആ ഒരു ആവശ്യം കേന്ദ്രം പൂർണ്ണമായും തള്ളുകയാണ് നിലവിൽ ചെയ്യുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിനെ നിലപാട് അറിയിച്ചു. അദ്ദേഹം തന്നെ തന്റെ പ്രതികരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജോർജ്.